നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വലിയ പെരുന്നാളാണ്. മക്കയും മദീനയും മനുഷ്യസാഗരമാകേണ്ട സമയമാണ്. പുണ്യഭൂമിയിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒറ്റ മനസ്സോടെ മനുഷ്യർ ഒഴുകിയെത്തുന്ന തീർത്ഥാടന കാലം. കഴിഞ്ഞ വർഷം 25 ലക്ഷം ജനങ്ങളാണ് ഹജ്ജ് നിർവഹിച്ച് മടങ്ങിയത്. ലോകത്തെ കുലുക്കിയ കോവിഡ് മഹാമാരി ഹാജിമാരുടെ എണ്ണം ഇത്തവണ 10,000-ആക്കി പരിമിതപ്പെടുത്തി. സൗദി സർക്കാർ അവിടെ കഴിയുന്ന വിദേശികളിൽ നിന്നാണ് ഇത്തവണ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത്. 160 രാജ്യക്കാരിൽ നിന്നും മുമ്പ് ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിക്കാത്തവരെയാണ് പരിഗണിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ആദ്യം 1000 പേർക്കായിരിക്കും അവസരം എന്ന് അറിയിച്ചിരുന്നെങ്കിലും ഹജ്ജ് പെർമിറ്റ് ഉയർത്തി എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. കോവിഡ് നെഗറ്റീവ് ഫലമുള്ള 20-50 വയസ്സിനിടയിലുള്ളവരുടെ അപേക്ഷയാണ് സ്വീകരിച്ചത്. അനുമതി ലഭിച്ചവർ സന്തോഷാശ്രു പൊഴിച്ചപ്പോൾ പുണ്യകർമ്മം എന്ന ആയിരങ്ങളുടെ സ്വപ്നത്തിനു മേൽ കരിനിഴൽ വീണ സങ്കടവും ഈ വർഷത്തിനുണ്ട്. ആയുസ്സിൽ ഒരു തവണ ഹജ്ജ് നിർവഹിച്ച് നിർവൃതിയടയാൻ സാധിക്കാത്തവർ നിരാശയിലാണ്. ഓരോ രാജ്യങ്ങളിലും ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഹജ്ജിന് നറുക്ക് കിട്ടുക. ഇങ്ങനെ കിട്ടിയവരെല്ലാം യാത്ര മുടങ്ങിയതിനാൽ തീർത്ഥാടന മോഹം ഒരു നൊമ്പരമായി ഉള്ളിലൊതുക്കി കഴിയുകയാണ്. ജനങ്ങൾക്ക് മാത്രമല്ല, കാബയ്ക്കും കവചമൊരുക്കിയാണ് ഇത്തവണത്തെ ഹജ്ജ്. കഅബയെ സ്പർശിക്കാനോ ഹജ്റുൽ അസ്വദിനെ തൊടാനോ ചുംബിക്കുക എന്ന പ്രവാചക മാതൃക പുണരാനോ ഹാജിമാർക്ക് സാധിക്കില്ല. ഒരു വേലി കൊണ്ട് കഅബാലയം വേർതിരിച്ചു വയ്ക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ. സംസം വിതരണവും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും. കഅബ ആരാധിക്കപ്പെടുന്നതല്ല, ആദരിക്കപ്പെടുന്നതാണ്. മഹാമാരിയുടെ കാലത്ത് ഈ കരുതലുകൾ അനിവാര്യവുമാണ്. ഹജ്ജിന് മുൻപും ശേഷവും തീർത്ഥാടകർക്ക് കോവിഡ് പരിശോധനയും ക്വാറന്റീനും വേണ്ടിവരുമെന്നാണ് സൗദി സർക്കാർ സൂചിപ്പിച്ചത്. അസാധാരണ തിരക്കുണ്ടായിരുന്ന ഹജ്ജിന്റെ കർമ്മവേദികൾ ഇക്കൊല്ലം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അനായാസം നിയന്ത്രിക്കാൻ കഴിയുന്നതായിരിക്കും. എങ്കിലും അതിസൂക്ഷ്മ വൈറസിനെ തടയണമെങ്കിൽ ഹജ്ജിന് അവസരം കിട്ടിയവരുടെ മനസ്സ് പുണ്യപ്രദേശത്തേക്കാൾ വിപുലമായിരിക്കണം. ഹറമിൽ പ്രവേശിക്കുന്നവർ സുരക്ഷിതമാകുന്നതോടൊപ്പം ലോകത്തെങ്ങുമുള്ള മനുഷ്യരെല്ലാം സുരക്ഷിതമായിരിക്കണം എന്നതാണ് ഹജ്ജ് കർമ്മങ്ങളുടെ കാതൽ. ഒരാളുടെ അശ്രദ്ധയും അശാസ്ത്രീയതയും അനേകായിരങ്ങളെ കരയിപ്പിക്കും എന്നത് ഈ സമയത്ത് എല്ലാവരും തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.